സർവരാജ്യ രക്ഷകനാണ്. സർപ്പരാജല്ല, സർവരാജ്യ രക്ഷകൻ. അങ്ങനല്ലേ? അതെ അതെ. ഈ വീഡിയോ വെച്ച് ചെയ്യാൻ കഴിയുന്ന മാക്സിമം നീ അങ്ങ് ചെയ്യും. ബാലൻ ചേട്ടനുണ്ടാ കൂടെ. പണം പോട്ടടാ, പവർ വരട്ടെ. ഓ, നാടകക്കാരൊക്കെ എത്തിയല്ലോ. ഓരോരോ കേസ് കെട്ടുകള്. ഇതാരാ കണ്ണുമണിയാ? കെട്ടുകേൾവിയില്ലാത്ത വലിയ വാർത്തകൾ കേട്ടെങ്കിലും സ്വാഭാവിക മരണമെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ സാധു കുടുംബം എങ്ങനെ പറഞ്ഞ കാര്യങ്ങളാണ് സത്യമെന്ന് അതിൽ വന്നിരിക്കുന്നത്. അങ്ങനെയൊക്കെ വഴിയില്ലോ. ഇവരുടെ ഉപജീവന മാർഗമെന്നാണ് എല്ലാ ചാനലിലൂടെയൊക്കെ ഇപ്പൊ പറയുന്നത്. സത്യമോള് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി എങ്ങനെ തെളിയിക്കും? കല്ലും മടി തപ്പണ്ട, ഞാൻ പറഞ്ഞ പിൻവലിച്ചു. പക്ഷെ അവരുടെ ഭക്തി മാർഗത്തിന് മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത്. പത്രം കീറി തിന്ന രോഗം ഭേദമെന്ന് വിശ്വസിക്കുന്നതാണ്. ഇതും ചെലവിന്റെ അപ്പുറം ചെലവ്. അവരതൊക്കെ ചോദിക്കും. അബദ്ധം പറഞ്ഞ് പിടിപ്പിച്ചു കളയരുത്. ഞാനാണ് ഈ ക്ഷേത്രത്തിന്റെ പൂജാരിയായിട്ട് അച്ഛനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് പേര് പറയുന്നുണ്ട് പൂജ അറിയാമോ. തിരുമേനി ഈ പൂജയും പരിപാടിയൊന്നും പഠിച്ചിട്ടില്ലേ? എന്താ സംശയം? നല്ല വെട്ടിപ്പായിട്ട് ചെയ്യും. കളിയാക്കുന്ന കുറച്ചു പേരുണ്ട്, ഇല്ലെന്നല്ല. എന്ത് ചെയ്തിട്ട് ഫലില്ലേ? ചപ്പെന്നുള്ള വിളിയാ ബാക്കി. ദേശം മെന്റലുണ്ടോ എനിക്കിന്ന് സംശയിക്കുന്നവരുണ്ടേ. കളിയാക്കുന്ന കുറച്ചു പേരുണ്ട്, ഇല്ലെന്നല്ല. നാട്ടുകാരൊക്കെ എന്നെ മൊണ്ണേഷ് എന്ന് വിളിക്കും. മൊണ്ണേഷ് കളിയാക്കുന്നവരുടെ എല്ലായിടത്തും എനിക്ക് പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടഞ്ഞ ഞാൻ കൊല കൊമ്പനാ, കൊല കൊമ്പൻ. ഇടഞ്ഞില്ലെങ്കിലോ കൊലയില്ലാത്ത കൊമ്പൻ. അറിവെന്ന് പറഞ്ഞ സാഗരമാണ്. അറിയും തോറും അകലം കൂടുന്ന മഹാസാഗരം. ആർക്കും അത് പഠിച്ച് പൂർത്തിയാക്കാൻ ഒരിക്കലും സാധിക്കത്തില്ല. നിങ്ങൾ എന്ത് ഭയങ്കര വീട്ടിലാണല്ലേ. എടാ ശീമപ്പന്നി പോലെ വളർന്ന് ഇണക്ക് പണിക്ക് വയ്ക്കൂടെ? ഉപജീവന മാർഗം നമ്മൾ അധ്വാനിച്ച് തന്നെയാണ് നമ്മൾ ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. നിന്നെ പോലെ നല്ല കള്ളന്മാർ ഇപ്പൊ ഇല്ല. എന്നെ പുകഴ്ത്തരുത്, ഞാൻ പെരുങ്കള്ളനാവും. ഈ ക്ഷേത്രത്തിനെ വിൽക്കുവാനോ ഈ ഒരു ട്രസ്റ്റിന് ഉടമ്പടി റദ്ദാക്കാനോ എനിക്ക് പോലും അധികാരാവകാശങ്ങളില്ല. ഈശ്വര ഭഗവാനെ, എന്റെ അച്ഛന് നല്ലത് മാത്രം വരുത്തണേ. സ്വത്ത് പാർട്ടീഷൻ ചെയ്തപ്പോ പരമദുഷ്ടനായ ആ മനുഷ്യൻ എനിക്കൊരു തുണ്ട് ഭൂമി തന്നില്ല രാമു. എന്തെങ്കിലും പറയണ്ടോ? നിനക്ക് ടെൻഷൻ ഇല്ല, എനിക്കുണ്ട്. വർഷങ്ങളോളം കൊണ്ട് എന്റെ ഭർത്താവായിട്ട് എനിക്ക് അടുപ്പമുണ്ട്. എന്റെ അമ്മയെ നാട്ടിച്ചു. വർഷങ്ങളോളം കൊണ്ട് എന്റെ ഭർത്താവായിട്ട് എനിക്ക് അടുപ്പമുണ്ട്. എപ്പോഴും കളിയും ചിരിയും. ഭഗവാന്റെ മുമ്പ് ഈ ഉദിക്കുന്ന സൂര്യൻ സത്യത്തിൽ ഈ തള്ള എന്താണ് പറയുന്നത്? ഭഗവാന്റെ നാമത്തിൽ ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സത്യമായിരിക്കുമെന്നും വിശ്വാസം കൊണ്ട് എന്റെ ഹൃദയം നിറഞ്ഞ ആദരാഞ്ജലി. ഞാന് ഭഗവാനുമായിട്ട് ഓം നമഃശിവായ. ഇതിലെന്താ ഇത്ര തെമ്മാടിത്തരം? അല്ല, നമ്മൾ പറഞ്ഞതിന് വേറൊരു അർത്ഥം കൂടെ ഉണ്ട്. ഞാന് ഭഗവാനുമായിട്ട് ഓം നമഃശിവായ. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? ഞാനാക്കണ, ഞാൻ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. എന്തിനാ സാറേ ഈ പാവങ്ങളെ ഉപദ്രവിക്കുന്നത്? ഏതാ ഈ പണക്കാരൻ? എല്ലാ ദിവസവും വൈകുന്നേരം വടിയൊക്കെ ഊന്നിയാണെങ്കിലും ദർശനത്തിന് വരുവാൻ. വടിയൊന്നുമില്ല. താൻ എന്ത് പാടോ തലയും താലും ഇല്ലാതെ പിന്നെ ഓരോന്നൊക്കെ പറയുന്നത്? ആരോഗ്യത്തിന് ഒരു കുറവില്ല. കാരണം കൃത്യമായിട്ട് ഭക്ഷണാഹാരം, മരുന്ന് ഇതെല്ലാം കറക്റ്റാ. കനകമ്മേ, ഓ കഞ്ഞിയാകുമ്പോ വിളിച്ചാ മതി. കുളി കഴിഞ്ഞപ്പോ ഒരു തളർച്ച. നല്ല സ്മൂത്ത് ആയ ആഹാരം തന്നെ അവര് കഴിച്ചത്. നന്നായിട്ട് തന്നെ ഇരുന്നത്. അതേ, വായും വെള്ളമൊക്കെ ഫ്രീ ആയിട്ട് ഇട്ടുകൊണ്ട് പിന്നെ ജീവിക്കാമല്ലോ. റിപ്പോർട്ടില് മരണകാരണം അതല്ല എങ്കിൽ പോലും ചെറിയ മുറിവുകളുടെ കാര്യം കൂടി പറയുന്നുണ്ട്. എങ്കിൽ പിന്നെ നിങ്ങോട്ട് അറസ്റ്റ് ചെയ്തോ സാറേ? എന്താ എല്ലാം കണ്ടു പോലെ സാറ് പറയുന്നു. ഇനി ഞാൻ വല്ലതും പറഞ്ഞ ഇങ്ങോട്ട് യേശു അറസ്റ്റ് ചെയ്തോ സാറേ? കേസ് കോടതി വരുമ്പോ ഞാൻ കാര്യം പറഞ്ഞ് പുറത്തു പോകുന്നതാണ്. ഒരു കൊതു കടിക്കാനാണ് ഞങ്ങൾ അനുവദിച്ചിട്ട്. അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? മുഖത്തൊരു മുറിവുണ്ട്, മൂക്കിനൊരു മുറിവുണ്ട്. ഞാൻ ഓർക്കുന്നു. അത് ഈ പണ്ട് ഇങ്ങനെ എന്തോ പിന്നെ ചൂടാണ്ട് എ സി ഒന്നും ഇല്ല. അതോ ഇവിടെ തട്ടി ചെറിയ ഒരു തഴമ്പാണത്, മുറിവല്ല. അയ്യേ, ചമ്മിപ്പോയേ. ചതവുകളുണ്ട്, പക്ഷെ അത് മരണ കാരണമല്ല. പക്ഷെ ചതവുകളൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന ചതവുകളെന്നാണ്. ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ലെങ്കിൽ അതെ, അല്ലെങ്കിൽ അല്ല. ചെവിട്ട് തൊഴിലാളിയാണ്, കൂലിപ്പണിക്കാരാണ്, ഒരു കൂലിപ്പണി മുറിക്കുന്ന ആളാണ്. സിദ്ധനാ, മഹാസിദ്ധൻ. 4 ഒരേ സമയം കണ്ടിരിക്കണു ചിലര്. നിങ്ങൾക്ക് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഹിന്ദു ധർമ്മം, സനാതന ധർമ്മം. അതെന്തിനാടാ ഇപ്പൊ പറഞ്ഞത്? അല്ല, പിന്നീട് വരെ അവസരം കിട്ടിയില്ലെങ്കിൽ സൈക്കിൾ ചവിട്ടി വിറവ് കീറി ഓരോ ഹോട്ടലിൽ കൊണ്ട് കൊടുത്തും ഞങ്ങള് ത്യാഗം സഹിച്ച്. നേരത്തെ ഈ ചതവും മുറിവൊക്കെ ഉണ്ടാകും ശരീരത്തിൽ. പിന്നെ മരം വെട്ടാറിന് പിന്നെ എന്തൊരു വരില്ല.
മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒക്കെ ഈ പറയുന്ന ചതവുകളും മുറിവുകളും ഒക്കെ ശരീരത്തിൽ അങ്ങനെയൊന്നും ഞാൻ എന്തിനാ സാറേ നുണ പറയുന്നത്? സ്വന്തം അച്ഛനല്ലേ, കൊന്നെങ്കിൽ കൊന്നെന്ന് പറയും. ചോദിക്കുന്നത് ഇതിലുള്ള കാര്യമാണ്. സത്യമാണ് ഇവിടെ. ഒരു പെണ്ണ് വിചാരിച്ച കണ്ണീര് വരുത്താൻ വലിയ പാടൊന്നുമില്ല. എന്നെ മോത്തോട്ട് നോക്ക്. പൊന്നോ കൊടുക്കത്ത കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഉണ്ടങ്ങ് അമ്മയകത്ത് കുട്ടിച്ചാച്ചെന്ന് ചോദിക്ക്. ചേട്ടാ ചോദിച്ചാലും സത്യമൊന്നും പറയാൻ പോകുന്നില്ല. എന്തൊക്കെയാ കാണിച്ചത്? നൈസായിട്ടങ്ങ് സ്ലിപ്പ് ആയല്ലേ. ഞാൻ പോയി വരട്ടെ മക്കളെ. 2-ാം തീയതി വരാം. ഏത് മാസം? എല്ലാ മാസവും 2-ാം തീയതി ഉണ്ടല്ലോ. So please, whatever.